ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് ആനന്ദിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സൈഡിലുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമ്മൾ ഇന്ന് വളരെ എളുപ്പത്തിൽ ഒരു ബൺ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതിനു വേണ്ടുള്ള ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് ഈ ബണ്ണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇടാം. അതിലേക്ക് ഒരു 1/2 കപ്പ് ചൂടായിട്ട് ഒരു ചെറു ചൂടുള്ള പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കാം. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം 1 കപ്പ് മൈദയും 1 മുട്ടയും അതിലേക്ക് ഒരു 5 ടീസ്പൂണോളം പഞ്ചസാരയും ഒരു നുള്ളുപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് 1 മണിക്കൂർ മാറ്റി വെച്ച് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂണോളം ബട്ടറും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് 2 മണിക്കൂറോളം പുളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വയ്ക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പം നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. എന്നിട്ട് അടുത്ത മാവ് നമുക്കൊന്ന് പരത്തിയെടുക്കണം. അതിന് വേണ്ടി നമ്മുടെ മാവ് എടുത്തിട്ട് കുറച്ച് മൈദപ്പൊടി തൊട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫുൾ സ്പ്രെഡ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം. മീൻസ് ജസ്റ്റ് ഈ കാണുന്ന രീതിയിലൊന്ന് ആക്കിയെടുക്കാം. എന്നിട്ട് എത്ര ഷേപ്പിലാണ് എത്ര എണ്ണം വേണം എന്നുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബണ്ണിൻ്റെ ഷേപ്പിലേക്ക് നമുക്ക് ആക്കി വയ്ക്കാം. അങ്ങനെ ചെയ്യണ്ട എന്നുള്ളവർക്ക് അല്ലാതെ തന്നെ ഡയറക്റ്റായിട്ട് നേരെ തന്നെ എടുത്ത് നമുക്ക് ഓവനിൽ വയ്ക്കാവുന്നതാണ്. അതേ ഷേപ്പിൽ തന്നെ എടുത്ത് നമുക്ക് വയ്ക്കാവുന്നതാണ്. ആദ്യം ഒരു ബട്ടർ പേപ്പർ വച്ചിട്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ ഈ ബണ്ണ് വയ്ക്കാം. ബട്ടർ പേപ്പർ ഇല്ല, അലുമിനിയം ഫോയിൽ ഉള്ളെങ്കിൽ അതായാലും മതി. എന്നിട്ട് നമ്മുടെ ഈ മാവിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ ബട്ടർ ഇല്ല ഉണ്ടെങ്കിൽ എഗ്ഗ് വൈറ്റ് ആയാലും മതി. എഗ്ഗ് വൈറ്റ് ഫുള്ളൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. നമ്മൾ എഗ്ഗ് വൈറ്റാണ് സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്. ഫുള്ളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ് 170 ഡിഗ്രി സെൽഷ്യസിൽ നമുക്കൊന്ന് ചൂടാക്കി എടുക്കേണ്ടതുണ്ട്. ഒരു 20 മിനിറ്റോളം ചൂടാക്കണം. ചൂട് കൂടിപ്പോകരുത്, കരിഞ്ഞു പോകും ബണ്ണ്. അതുകൊണ്ട് 170 മാക്സിമം ഡിഗ്രിയിൽ ചൂടാക്കിയാൽ മതിയാകും. ഇപ്പോൾ നമ്മുടെ ബണ്ണ് തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ ബണ്ണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എന്തെങ്കിലും കമൻസോ നിർദ്ദേശങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്, ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താങ്ക് യു.